കൊക്കയിൽ ചാടിയ യുവാവിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പീരുമേട് അഗ്നിരക്ഷാ സേനയും പെരുവന്താനം പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. കോട്ടയം കല്ലറ സ്വദേശി മനുവാണ് കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം കടുവാപ്പാറയിൽ ആഴമേറിയ കൊക്കയിലേക്ക് ചാടിയത്. ഞായറാഴ്ച വൈകുന്നേരം 7:30 സംഭവം. മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്ന മനുവിനെ കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ നിന്നും തുടർ ചികിത്സയ്ക്കായി ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം നടന്നത്. പുല്ലുപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാർ നിർത്താൻ മനു ആവശ്യപ്പെടുകയായിരുന്നു. പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാൾ റോഡിലെ കൊക്കയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. യുവാവ് കൊക്കയിലേക്ക് ചാടിയ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും പോലീസിലും പീരുമേട് അഗ്നിരക്ഷാ സേനയിലും വിവരമറിയിക്കുകയായിരുന്നു. പീരുമേട്ടിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാ സേനയും പെരുവന്താനം പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് കൊക്കയിലിറങ്ങി തിരിച്ചു നടത്തിയത്. കടുത്ത ഇരുട്ടും കനത്ത മൂടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വകവയ്ക്കാതെ മണിക്കൂറുകൾ നീണ്ട തീവ്ര പരിശ്രമത്തിനൊടുവിൽ യുവാവിനെ വള്ളിച്ചെടികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അതിസാഹസികമായി ഇയാളെ മുകളിൽ എത്തിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ പരിക്കേറ്റ മനുവിനെ ഉടൻ തന്നെ മുണ്ടക്കത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് പീരുമേട്.